ഒന്നും ഒളിക്കരുതെന്ന KSIDCയോട് കഴിഞ്ഞ ദിവസം ഹൈക്കോടതി പറഞ്ഞതാണ്. ഇപ്പോൾ പുതിയ ചോദ്യങ്ങൾ. നോമിനി ഡയറക്ടർക്ക് ശമ്പളം കൊടുത്തെന്ന CMRL ഇല്ലെന്ന KSIDC. കള്ളം പറയുന്നത് ആര്? കരിമണൽ കമ്പനിയോ സംസ്ഥാന സർക്കാരോ? ചോദ്യങ്ങളുമായി പ്രമുഖ മാധ്യമങ്ങൾ രംഗത്ത് വന്നിരിക്കുകയാണ്. സർക്കാർ ഉടമസ്ഥതയിലുള്ള KSIDCയുടെ നോമിനി ഡയറക്ടർക്ക് കഴിഞ്ഞ സാമ്പത്തിക വർഷം സിറ്റിംഗ് ഫീസിന് പുറമെ ശമ്പളവും നൽകിയെന്ന CMRL കമ്പനി പറയുന്നു. എന്നാൽ നൽകിയിട്ടില്ലെന്ന KSIDC വിവരാവകാശ പ്രകാരമുള്ള ചോദ്യത്തിന് മറുപടി നൽകി. കള്ളം പറയുന്നത് CMRLന്റെ വാർഷിക റിപ്പോർട്ടോ KSIDCയുടെ വിവരാവകാശ രേഖയോ എന്ന് വ്യക്തമല്ല. CMRLൽ പേരിനൊരു ഓഹരി പങ്കാളിത്തമേ ഉള്ളൂവെന്നും നോമിനി ഡയറക്ടർ ദൈനംദിന പ്രവർത്തനത്തിൽ ഇടപെടാറില്ലെന്നുമാണ് കോടതിയിലും കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയത്തിന് മുന്നിലും KSIDCയുടെ വാദം. ഇത് പൊളിക്കുന്നതാണ് CMRL വാർഷിക ജനറൽ ബോഡിയിൽ വെച്ച 2022-2023 വർഷത്തെ റിപ്പോർട്ട്. അക്കാലത്ത് നോമിനി ഡയറക്ടറായിരുന്ന രവിചന്ദ്രന്റെ ശമ്പളമായി 9.5 ലക്ഷത്തോളം രൂപയും സിറ്റിംഗ് ഫീസായി 5 ലക്ഷം രൂപയും നൽകിയെന്ന റിപ്പോർട്ടിലെ 53-ാം പേജിൽ പറയുന്നു. ഇക്കാര്യം കേരളത്തിലെ ഒരു പ്രമുഖ മാധ്യമം റിപ്പോർട്ടും ചെയ്തിരുന്നു. KSIDCയുടെ ജനറൽ മാനേജർ തസ്തികയിലുള്ള ഉദ്യോഗസ്ഥൻ നോമിനി ഡയറക്ടർ എന്ന നിലയിൽ CMRLൽ നിന്ന് ശമ്പളം പറ്റിയെന്ന് തെളിയിക്കുന്നതാണ് വാർഷിക റിപ്പോർട്ട്. 2022-2023 KSIDC ഇദ്ദേഹത്തിന്റെ ശമ്പളമായി 22.5 ലക്ഷത്തോളം രൂപ നൽകി. 2018 ഫെബ്രുവരി മുതൽ 2023 ജൂലൈ വരെ നോമിനി ഡയറക്ടറായിരുന്ന രവിചന്ദ്രന് CMRL സിറ്റിംഗ് ഫീസായി ആകെ 18 ലക്ഷം രൂപ നൽകിയെന്നും ഈ തുക KSIDCയുടെ അക്കൗണ്ടിലാണ് ലഭിച്ചതെന്നും മറുപടിയിലുണ്ട്. KSIDCയിൽ നിന്ന് വിരമിച്ചതിന് തൊട്ടടുത്ത മാസം ഈ ഉദ്യോഗസ്ഥനെ CMRL സ്വതന്ത്ര ഡയറക്ടറായി നിയമിച്ചിരുന്നു.